സംസ്ഥാനത്തെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷന്റെ വിതരണവും സംസ്ഥാനത്ത് ആരംഭിച്ചിരുന്നു. ഈ മാസം 3200 രൂപ വീതമാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. മെയ് മാസം 24 മുതൽ വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇതിൽ തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് 62 ലക്ഷത്തോളം പേരാണ് ക്ഷേമ പെൻഷന്റെ ഉപഭോക്താക്കൾ. ഇതിൽ സഹകരണ ജീവനക്കാർ വഴി വീടുകളിൽ നേരിട്ട് പെൻഷൻ തുക എത്തുന്നവർക്ക് തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിച്ചിരുന്നു. എന്നാൽ ബാങ്കിംഗ് തടസ്സം നേരിട്ടതു കാരണം സംസ്ഥാനത്തെ 20 ലക്ഷം പേർക്ക് പെൻഷൻ തടസ്സം നേരിട്ടതായി ധനവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ ലഭിക്കുന്നവർക്കാണ് ഈ തടസ്സം വന്നിട്ടുള്ളത്. ബുധനാഴ്ച ഈ തടസ്സം നീങ്ങുമെന്നും പെൻഷൻ തുക ഇന്നു മുതൽ ലഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക എത്തിക്കഴിഞ്ഞതിനു ശേഷമായിരിക്കും സഹകരണ ബാങ്കുകൾ വഴി വീടുകളിൽ പെൻഷൻ തുക എത്തുന്നത്. എന്നാൽ ഇത്തവണ ബാങ്കിംഗ് പ്രശ്നം കാരണം 3200 രൂപയുടെ വിതരണം തടസ്സപ്പെട്ടു. 3200 രൂപ ഒറ്റത്തവണയായിട്ടല്ല ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുക. 1600 രൂപ വീതം 2 തവണയായിട്ടായിരിക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ തുക എത്തുന്നത്. ആദ്യം 1600 വന്നതിനു ശേഷം കുറച്ച് മണിക്കൂറുകൾക്കുള്ളിലോ അല്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിലോ ആയിരിക്കും അടുത്ത 1600 അക്കൗണ്ടിലേക്ക് വരിക. ജൂൺ മാസം 5-ാം തീയതി വരെയായിരിക്കും പെൻഷൻ വിതരണം നടക്കുന്നത്. ഇന്നും നാളെയും പെൻഷൻ തുക ലഭിക്കാത്തവർക്ക് ജൂൺ മാസം 5-ാം തീയതിക്കുള്ളിൽ ഈ പെൻഷൻ തുക ലഭിക്കുന്നതായിരിക്കും. ക്ഷേമ പെൻഷനിൽ കേന്ദ്ര സർക്കാർ വിഹിതം ഉള്ളവർക്ക് തുക കുറഞ്ഞായിരിക്കും ലഭിക്കുക. 200, 300, 500 രൂപ കുറവായിരിക്കും ഉണ്ടാകുക. 2 മാസത്തെ പെൻഷൻ ആയതിനാൽ 400, 600, 1000 എന്നീ കുറവുകളായിരിക്കും പെൻഷൻ തുകയിൽ ഉണ്ടാകുക. ഈ കേന്ദ്ര തുക ഏതാനും ദിവസത്തിനുള്ളിൽ ഉപഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ്. വീടുകളിൽ പെൻഷൻ എത്തുന്നവർക്ക് ഒറ്റത്തവണയായി തന്നെ 3200 രൂപ ലഭിക്കുന്നതുമാണ്. ഇനി 3 കുടിശ്ശികയാണ് ഗുണഭോക്താക്കൾക്ക് നൽകേണ്ടത്. ഇതിൽ ഒരു കുടിശ്ശികയാണ് ഈ മാസം ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്.